കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർ മഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർ മഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. മഴപ്രാവു ചേക്കേറുന്നു മനസ്സിന്റെ മച്ചിന്മേലെ കുണുങ്ങുന്നു മാൻകോട്ടങ്ങൾ കിനാവിന്റെ കുന്നിന്മേലെ ചെറുചില്ലു പായൽ കോണിൽ പാടാൻ മേലെ നീവാ. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർ മഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. മുളം തേൻ പൊഴിഞ്ഞുവോ ഇളം കാറ്റൊഴിഞ്ഞുവോ ഇതൾ പ്രായമായി ഇലത്താലി എങ്ങു പോയി. മുളം തേൻ കൊഴിഞ്ഞുവോ ഇളം കാറ്റൊഴിഞ്ഞുവോ ഇതൾ പ്രായമായി ഇലത്താലി എങ്ങു പോയി. ചുരങ്ങളിൽ ചൂരൽ കാട്ടിൽ കാത്തിരിക്കാം ഞാൻ വരാനൊരാളുണ്ടെന്നോർത്തിൻ കണ്ടുപിടിച്ചാലോ. മുയൽ കുഞ്ഞു പോൽ മനസ്സിലൊരഴകി തുലാമിന്നൽ വീശി. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർ മഞ്ഞ കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. മയിൽ കോലമാടുമേ മൂളം കാട്ടിലൂടെ ഞാൻ ഹിമപക്ഷിയായി പറന്നു പാറവേ. മയിൽ കോലമാടുമേ മൂളം കാട്ടിലൂടെ ഞാൻ ഹിമപക്ഷിയായി പറന്നു പാറവേ. ചുരത്തുമോ ചേരിൻ പൈകൾ പാഴ്ദൂരക്കാലം വിളിക്കുമോ വേനൽ കയ്യാൽ പൂവയിൽ പാടം. കണിത്തുമ്പികൾ ചിറകിൽ മറുകിൽ നിലാമുത്തു ചാർത്തി. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർ മഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുരുമഞ്ഞു കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. മഴപ്രാവു ചേക്കേറുന്നു മനസ്സിന്റെ മച്ചിന്മേലെ കുണുങ്ങുന്നു മാൻകോട്ടങ്ങൾ കിനാവിന്റെ കുന്നിന്മേലെ ചെറുചില്ലു പായൽ കോണിൽ പാടാൻ മേലെ നീവാ. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർ മഞ്ഞ കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. കുയിൽ പാട്ടിലൂഞ്ഞാലാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർ മഞ്ഞ കൂടാരത്തിൽ കുരുക്കുത്തി മൈനേ വാവാ. ഗോൾഡൻ ഹിറ്റ്സ് റൗണ്ടിൽ നമ്മുടെ സ്വന്തം ജ്വൽ കുട്ടി എത്തുകയാണ്. വെൽക്കം ജ്വൽ ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഹായ്, ഇത് കൊള്ളാലേ ഈ ഉടുപ്പ്. കഫ്താൻ കഫ്താൻ. ആ ഹലോ, കൊറേ ആയല്ലോ കണ്ടിട്ട്. അതെ, ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താ വിശേഷം? സുഖം. സുഖം. എന്തൊരു വിഷമം സുഖത്തിന്? എന്തേ എന്തോ വിഷമപ്പാട്ടാണ്, അതാണോ വിഷമിച്ചു വന്നേ? അതെ. Jewel the Mary the Raji. Wow. Okay. Wow. വാവ്. Wow. Just wow. ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതി കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാലും എന്താ പ്രശ്നമാണോ? എന്തോ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ എന്തോ ഒരു പന്തികേട്. വരുമ്പോ തന്നെ വിഷമാ. മൊത്തത്തിലങ്ങ് ശരിയാവുന്നില്ലല്ലോ. അതിന്റെ പാട്ട് അത്രയും വിഷമമാണ് അല്ലേ? വിഷമമുള്ള പാട്ട്. അപ്പൊ പാടി കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതെ, എന്നാ അങ്ങനെ ആവാം. അതായിരിക്കും നല്ലത്. ഇത് കഴിഞ്ഞ ദിവസം എന്റെ 2 ഫ്രണ്ട്സ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു കേട്ടോ. ഒരു റീലാണ്. ആ റീലിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ജുവൽ കുട്ടിയുടെ പാട്ടായിരിക്കുന്നത്, പക്ഷെ സംസാരമാണ് ആ റീലിൽ. എന്താ സംസാരിച്ചത്? സ്ലാങ് ഭയങ്കര, അന്ന് തിരുവനന്തപുരം സ്ലാങ് ഇങ്ങനെ ആ, അതെ, അതെ, അതെ. അത് ഭയങ്കര വൈറലായി പോയി.
അതെ, അതെ. ആൾക്കാരൊക്കെ എനിക്ക് അയച്ചു തരാം. അപ്പൊ ഞാനത് കണ്ട അപ്പൊ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. ഇനി പാട്ട് പാടിയത് അവര് വൈറലാക്കണം കേട്ടോ. അതെ. ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് വരണം. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിരിക്കട്ടെ ഈ പാട്ട്. യെസ്. അപ്പോൾ മഴവില് എന്നുള്ള സിനിമ കൈതപ്രസാദ് സാർ എഴുതി, മോഹൻ മോഹൻ സിത്താര സിത്താര, സാർ. മോഹൻ ചേട്ടൻ മ്യൂസിക് ചെയ്തത്, ഇത് പാടിയത് ചിത്രാമ. ഇപ്പൊ പാടിക്കോ, സൂപ്പർ ആവട്ടെ. ആ ആ കിളിവാതിലെ കാതോർത്തു ഞാൻ വെറുതെ ഒരുങ്ങി, നൂറായിരം കുളിരോർമകൾ അറിയാതുണർന്നു. കളിവെണ്ണില പൊൻപീലികൾ തഴുകി, കിളിവാതിലെ കാതോർത്തു ഞാൻ വെറുതെ ഒരുങ്ങി. കാറ്റിൻ കൈവളകൾ നിണ്ടാതായി, ചൈത്രം കണ്ണെഴുതാനെത്താതായി. സ്വർഗത്തോ നീ എന്നരികത്തോ, മേലേ മാനത്തോ എന്നുവരും നീ മഴവിൽ തേരിൽ, ഉള്ളിൽ തേങ്ങി തീരാമോഹങ്ങൾ. കിളിവാതിലെ കാതോർത്തു ഞാൻ വെറുതെ ഒരുങ്ങി. ഓരോ ചിറകടികൾ കേൾക്കുമ്പോഴും, ഓരോ കരിയിലകൾ വീഴുമ്പോഴും, അലകടലായി കാണാനോടി വരും, കാണാതകലും. മനമിരുളുന്നു, മഴ പെയ്യുന്നു, മണ്ണിൻ മിഴിയിൽ കണ്ണീരൊഴുകുന്നു. കിളിവാതിലെ കാതോർത്തു ഞാൻ വെറുതെ ഒരുങ്ങി, നൂറായിരം കുളിരോർമകൾ
വെരി ഗുഡ് വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. ജുവൽ, ദ മേരി, ദ റെജി. എന്തോ സർ ഇപ്പോഴും സങ്കടപ്പെട്ട് നിൽക്കുന്ന എന്താ? എന്താ പാട്ട് പോകുന്നില്ലേ മനസ്സിന്ന്? പോകുന്നില്ല. ഒന്നുമില്ല. അപ്പൊ എപ്പോഴും എന്റെ ഇങ്ങനെ കൂട്ടത്തിൽ ഞാൻ ക്ലൈമാക്സ് അതിന്റെ ഇരുന്ന് കണ്ട് ഓ ആ സിനിമ ഉണ്ടല്ലേ, അതാണ് ഇത്ര ദുഃഖം അതാണ് അല്ലേ? ഇത്ര വിഷമം. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴേ എനിക്കും ഇതുപോലെ വന്നിട്ടുണ്ട്. ചില സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുഫീൻ സുജാത എന്ന് പറഞ്ഞ ഉം. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് വെളിയിൽ പോകാൻ പറ്റില്ല. വേറൊരു പുതിയ സിനിമയിലേക്ക് നമ്മൾ കമ്പോസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഉം. ആ അപ്പോൾ അതിൻ്റെ തീമുകളും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നേരത്തെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ആഹാ. 19 ദിവസം ഇങ്ങനെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ തന്നെയായിരുന്നു. ഉറങ്ങുന്നതും സ്റ്റുഡിയോയുടെ ഫ്ലോറിലായിരുന്നു ആ സമയത്ത്. അത്രയ്ക്ക് അത് ഇൻവോൾവ് ആവും പോകുമ്പോഴത്തേക്കും കുറേ രാത്രികളിൽ ഇത് ഇത് വന്നുകൊണ്ടിരുന്നു. ഉം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അതിന്ന് ആ കടമ്പ കടന്നു. അതുപോലെയാണ് ചില ഉം. പാട്ടുകൾ. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് അത് മറികടക്കാൻ പറ്റണം. ഒരു മേക്ക് ബിലീഫ് അല്ലേ ഇത്? ഇങ്ങനെ ഒരു കഥ, ഇങ്ങനെ ഒരു സന്ദർഭം, ഇങ്ങനെ ഒരു പാട്ട്, അതിലൊരു സങ്കടം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മേക്ക് ബിലീഫാണ്. ഇത് മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ചില ഏരിയ വളരെ നന്നായിരുന്നു. യെസ്. അവിടെ ബ്രില്യൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്, സ്പാർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് വോയിസ് കുറച്ച് സ്ട്രെയിൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ശരിയാണോ? എസ്പെഷ്യലി ദ ഹൈ പിച്ച്, ഹൈ നോട്ട്സ്. ഉണ്ടോ? ഉണ്ടോ? സ്ട്രെയിൻ ഉണ്ടോ? ഇല്ല, ഇപ്പൊ അലർജി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? അലർജി അല്ലേലും ഉണ്ട്, അത് ശ്വാസത്തിനെ ബാധിക്കുന്നുണ്ടോ? അങ്ങനായിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ കൂടുതലാണ്. സസ്റ്റെയിൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് വൈബ്രേഷൻസ് കൂടുതലാണ് ഇന്ന് പാടുന്നത്. സാധാരണ ജുവൽ പാടുന്നതിന് ഒരു വലിയ വ്യത്യാസം എനിക്ക് അങ്ങനെ തോന്നി. സങ്കടം കൂടിയിട്ടായിരിക്കും ചിലപ്പോ. ആ അത് മനസ്സിലാക്കി കൂടെ, സങ്കടം കൊണ്ടാണ് എനിക്ക്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് എക്സാജറേഷൻ ആണ്. എക്സാജറേഷൻ വിൽ നോട്ട് ഹെൽപ്പ് യു. അത്രയും വേണ്ട. അത്രയും വേണ്ട. ചേച്ചി പാടിയിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ഇമോഷൻ ഉണ്ട്, പക്ഷെ ഓൺലി ടു ദാറ്റ് പോയിന്റ്. ഓ. അതിനപ്പുറത്ത് കിടക്കുന്നില്ല. ഓ. ട്രസ് പാസിംഗ് ഇല്ല. പറഞ്ഞ മനസ്സിലായോ? അത് പാടില്ല. നമ്മൾ എവിടെ നിർത്തണം നമുക്ക് അറിയണം. ഓക്കെ. അങ്ങനെ പാടിയാൽ മതി. കുറച്ച് സങ്കടം കുറയ്ക്കേ. കിളിവാ വേണ്ട. അത്രയും ഉണ്ടെന്നല്ല പറഞ്ഞേ, അത്രയും വേണ്ട. അതാണ്. പാടിക്കോ, ഒന്നുകൂടെ പാടിക്കോ. കിളിവാതിലിൽ കാതോർത്തു ഞാൻ വെറുതെ ഒരുങ്ങി. നൈസ്. അതെ. കുറച്ചുകൂടെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ. അറിയാതെ ഉണർന്നു എന്ന് ഓരോ പ്രാവശ്യം പാടിയത് വളരെ മ്യൂസിക്കലി ഉണർത്തുന്ന പോലെയാണ് മോൾ പാടിയത് കേട്ടോ. അത് സൂപ്പറായിരുന്നു. യെസ്. മേലെ മാനത്തോ എന്ന് പാടിയില്ല, അതെങ്ങനെയാണ് പാടിയത്? മേലേ ആ യെസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് സ്ട്രെയിൻ കൊടുത്ത് പുഷ് ചെയ്ത് അവിടെ ആ സായിൽ എത്തിക്കുന്ന പോലെ ഉണ്ട്. അപ്പോഴത്തേക്കും ഇമോഷൻ പോകും അല്ലേ? അതുപോലെ ഉള്ളിൽ തേങ്ങി തീരാ മോഹം എന്നുള്ളിടത്ത് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു പാടുന്ന സമയത്ത്. അത് കണക്ഷൻ വരുന്ന സ്ഥലത്ത് ഒന്ന് പാടിക്കേ. ഉള്ളിൽ തേങ്ങി തീരാ മോഹങ്ങൾ മോഹങ്ങൾ കിളിവാ. അത് അങ്ങനെ അത്രയും സസ്റ്റെയിൻ ഉണ്ടെങ്കിലേ അത് കൊള്ളാവൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയും സസ്റ്റെയിൻ ചെയ്യാൻ ശ്വാസം കിട്ടുന്നില്ല. കാരണം അതിനു മുമ്പേ ശ്വാസം എടുക്കേണ്ട ഇടത്തിൽ എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫോർ യു ടു ഇംപ്രൂവ്. ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ കുറച്ചും കൂടെ വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് പറയണത്. ഫോർ യുവർ ടാലന്റ് I think I have to say this to you, to guide you properly to where I think you belong. You understand? That's because you have an abundance of talent. അതിൽ പ്രൗഡാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലേ മധു? ഞാൻ പറഞ്ഞത് Yes. ശരിയാണ്. തീർച്ചയായിട്ടും വളരെ വളരെ വാസ്തവം. ജുവൽ മേരി, എന്തോ സർ. അപ്പോൾ ഈ ഹൈ പിച്ച് പാടിയ സ്ഥലത്ത് ആണ് കുറച്ച് പറഞ്ഞില്ലേ, ഒരു വൈബ്രേഷൻ, ആ സംഗതിയുടെ ക്ലാരിറ്റി. പക്ഷെ ചില ഭാഗങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പല്ലവി, അതിന് മുമ്പുണ്ടായിരുന്ന ഹമ്മിങ്, അതൊക്കെ നന്നായിരുന്നു. ചരണത്തിൻ്റെയും ഫസ്റ്റ് 2 ലൈൻസ് 3 ലൈൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. കാണാതകലും മുതൽ കുറച്ച് പിച്ച്, അതായത് ഹൈ പിച്ചിലേക്ക് കുറച്ച് എത്തിയിട്ടില്ലായിരുന്നു. അതിൻ്റെ സംഗതിയുടെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ അടുത്ത ലൈൻസ് മനമിരുളുന്നു, മഴ പെയ്യുന്നു,
പിന്നെ ലാസ്റ്റ് കണ്ണീരൊഴുകുന്നു എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ തഴുകി, അതും എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെന്ന് തോന്നി. ഏറ്റവും ലാസ്റ്റ് പല്ലവിയിൽ നേരത്തെയുള്ള ജുവൽ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ പണ്ടത്തെക്കാളും വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. പണ്ടത്തെക്കാളും നല്ല ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചൊന്ന് കുറച്ചൊന്ന് ഡെഡിക്കേറ്റ്, കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നന്നായിട്ട് പാടാൻ പറ്റും. ഇന്നിപ്പോ കുറച്ച് കിളി പോയ പോലെയാണ് അതെ, നിൽക്കുന്നത്. വന്നപ്പോ തന്നെ കിളി പോയ പോലെ. അപ്പൊ ജുവൽ കുട്ടി, എന്തോ വോയിസ് നല്ല മെച്ചുവറായി വരുന്നുണ്ട്. നല്ല കൺട്രോളും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ജുവൽ കുട്ടിയുടെ ചോയ്സ് ആണ്. അത് നല്ലത്തോളം അത് ഉപയോഗിക്കണം, എവിടെ ചില ടെക്നിക്സ് കൊടുക്കണം, അപ്പൊ അതൊക്കെ പഠിക്കും ഉണ്ടോ. ആദ്യത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ദ ഇംപ്രൂവ്മെന്റ് ദാറ്റ് യു ഹാവ് ഇസ് ഇൻക്രെഡിബിൾ. വേറെ ലെവലിലാണ്. വോയിസ് നല്ല മെച്ചുവറായി. സ്റ്റേജിലത്തെ പ്രസൻസ് ഇസ് ലൈക്ക് എ വെരി മെച്ചുവർ പ്രസൻസ് റൈറ്റ് നൗ. ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ ജുവൽ കുട്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് പാടിയതിൽ ജുവലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് പാടി. സോ യു ആർ എൻ അമേസിംഗ് ടാലന്റ്, യു ആർ എൻ അമേസിംഗ് സിംഗർ. കീപ് പ്രാക്ടീസിങ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ജുവൽ മേരിയുടെ ഇന്നത്തെ സ്കോർ ഇസ് 96.75 out of 100. അപ്പൊ ജുവൽ കുട്ടിയും അടുത്ത വട്ടം പറന്നുപോയ കിളിയെ പിടിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. ഓക്കെ ഓക്കെ, എന്നിട്ടാണ് എന്ത് വരേണ്ടത്, പാടാൻ വരേണ്ടത്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വെറുതെ ഒരുങ്ങി. എം ജെ അങ്കിളെ, ഉം. അടുത്തത് നമുക്ക് കുഞ്ഞാറ്റ വരികയാണ്. കുഞ്ഞാരസ്. യെസ്, ടോപ്പ് സിംഗറിന്റെ കുഞ്ഞാറ്റ. വിളിക്കട്ടെ? Yes. വിളി. യെസ്, ലെറ്റ്സ് വെൽക്കം സുഭദ്ര ഓൺ സ്റ്റേജ്. പട്ടുപാവടേന്റെ മേളിലെ ജാക്കറ്റ് ആണോ? യെസ്, കൊള്ള അനുഷ്ക ചേച്ചിയുടെ അമ്മ തയ്ച്ചു തന്നതാ. ആണോ? ആഹാ. അത് ശരി. അടിപൊളി. ഗംഭീരാണല്ലോ. താങ്ക് യു. ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം കൂടി നടക്കണ്ടല്ലേ? ഒരു സംശയം ഉണ്ട് എനിക്ക്. ഇപ്പൊ ചുന്ദരിയായിട്ട് വന്നോണ്ടിരിക്കുകയാണോ? ആണോ? ഇതെങ്ങനെയാ? എന്താ ഇതിന്റെ രഹസ്യം? അറിയില്ല പറയില്ല. കുഞ്ഞാരക്കുട്ടി, എന്തോ മധുവിനെ പാട്ട് കേൾപ്പിച്ചേട്ടാ. നമ്മുടെ പാട്ട് ആണോ? മധു നമ്മുടെ സിനിമയിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. ഏ അപ്പൊ അതിനു വേണ്ടി വന്നപ്പോഴാണ് കേട്ടത്. യെസ്, മധു എങ്ങനെ? അടിപൊളിയല്ലേ? താങ്ക് യു സാർ. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ഗായികയെ പോലെയാണ് പാടി വെച്ചിരിക്കുന്നത്. താങ്ക് യു സാർ. അതെ, ശോ. എന്ത് രസമായിരുന്നു. അതെ, സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഇങ്ങനെ കേട്ടു, ആസ്വദിക്കുകയായിരുന്നു. താങ്ക് യു സാർ. അതെ. നമ്മുടെ ഡയറക്ടർ വിജി തമ്പിച്ചേട്ടൻ കേട്ടു, അദ്ദേഹം പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ എവർഷൈൻ മണി സർ കേട്ടു. എല്ലാവരും ഗംഭീരം എന്നുള്ള അഭിപ്രായമാണ്. യെസ്, നമുക്കിനി എന്താ കേൾക്കാൻ പറ്റുക? നമുക്ക് കുറച്ച് നാളിനുള്ളിൽ ഗൗതം ഗംഭീരമായിട്ട് നമുക്ക് കേൾക്കാം. ഇവിടെ മറ്റുള്ള കുട്ടികളും പാടാനില്ലേ? ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതില് ആണോ? ഒന്നിച്ച് കൂടെ Participate പാടുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അതെ. എല്ലാരും കാത്തിരിക്കുകയാണ് കേൾക്കാൻ. അതെ. Yes. യെസ്. എന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആഹാ. ഓ, ഈ കുഞ്ഞു പിള്ളേരോ? ഇതൊക്കെ cousins ആ? അതെല്ലാം കസിൻസ്. ഹലോ. എത്ര പേരാ നോക്കിയേ. പേരാ. പിങ്കുടുപ്പിട്ട അവള് എന്താ എന്റെ അനിയത്തിയാണ്. ആഹാ. എവിടെ പെൺകുടി സ്വന്തം അനിയത്തിയാ? എന്താ പേര് ഉണ്ണിയുടെ? സ്വന്തല്ല, കസിൻ. അച്ഛന്റെ ചേട്ടന്റെ. ആ, ആ. യെസ്. അയ്യോ, പപ്പന്റെ പപ്പനോ? ശ്രീ പത്മനാഭൻ. അതാരാ ശ്രീ പത്മനാഭൻ? അതാണ് ഓക്കേ. ശ്രീപത്മ. ഹായ് പിന്നെ പപ്പൻ. മാധവൻ, പിന്നെ പിന്നെ യാമി. യാമി. അതാരാ? യാമി എവിടെ? ഓക്കെ. അതാണ് അയ്യോ. ഹായ് യാമി. ഓ പിന്നെ യാമി. ഞാൻ പറഞ്ഞ അവള് എന്താ ടോപ്പ് സിംഗറില് ടോപ്പ് സിംഗർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആഹാ. ടോപ്പ് സിംഗറില് അടുത്ത പ്രാവശ്യം വരാൻ വേണ്ടിട്ട് പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ആരാ? ആണോ? ആഹാ, ഇപ്പഴേ ഋത്വിക എന്ന പേര്. തനൂന്ന് പ്രിപ്പറേഷൻ തുടങ്ങിയല്ലേ? എവിടെ കൈ പൊക്കെ നോക്കട്ടെ. ഋത്വിക. ആ. അപ്പൊ വരികയാണെങ്കിൽ ലിറ്റിൽ ഏഞ്ചലായിട്ടാണോ മത്സരിക്കാനാണോ വരിക? മത്സരിക്കാൻ. ആണോ? മത്സരിക്കാൻ. പിടിക്കാണല്ലേ? ആ അത് ശരി. ആഹാ. അങ്ങനെ ഇവിടെ പല്ലില്ലാത്തവർക്ക് നന്നായി പാടും ഇല്ലേ കുഞ്ഞെ? ചിരി സഹിക്കാൻ വയ്യതിന്. തൃശ്ശൂര് കാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കേച്ചേരി വേറെ ഉണ്ട്, ഗുരുവായൂർ പോകുന്ന വഴിക്ക്. നമ്മുടെ യൂസഫലി കേച്ചേരി സാറിന്റെ നാട് അതല്ല, ഇത് കാച്ചേരി. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടുത്തെ ചേച്ചിമാര് പ്രത്യേകം പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. ഞാനും പ്രത്യേകം കാരണം എനിക്ക് ഇനി അതിൽ കൂടെ പോകാനുള്ളത് അവരെങ്കിൽ എന്നെ കൊച്ചു പിടിച്ചിരിക്കും. വണ്ടി നിർത്തിയിടും അതെ. പോണ വഴിക്ക്. ഓക്കെ. അപ്പൊ സുഭദ്രക്കുട്ടി എന്തോ ഇന്ന് രവീന്ദ്രൻ മാസ്റ്റർ റൗണ്ടിലാണ് അല്ലെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ആ. വെണ്ണക്കൽ കൊട്ടാരവാതിൽ. അതെ. യെസ്. നന്നായി പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ആ മൂവി അമ്മക്കിളിക്കൂട് ആ. 2003. ആ. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ്.
പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം രവീന്ദ്രൻ മാസ്റ്റർ ആണ്. പാടിയതോ? അയ്യോ സോറി, കെ ജയേഷ്ദാസ് സാറാണ്. Yes. അയ്യോ ഞാൻ മ്യൂസിക് ആണ് വിചാരിച്ചത്. Sorry. യെസ്, അത് പിന്നെ നമുക്കറിയാലോ. അതെ അതെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും, സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. പുതിയൊരു പുലർക്കാലം തിരിയൊഴിയുകയായി, മിഴിനീർ തുടയ്ക്കുക ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി. പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. നീയില്ലെങ്കിൽ ഞാനില്ലെന്ന കാതിലോതും മേടക്കാറ്റ്, പാദസരം പൊന്നിൽ തീർക്കാം മണ്ണിൽ വരും കന്നിത്തിങ്കൾ. മാലിനിയുടെ കരയിൽ ഞാൻ മാധവമലരാകും, താരകമണി തേടും നിൻ കൂന്തലഴകിലണിയും, നീലാകാശം കുടയായി മാറ്റും കുടകുമലയിൽ അമൃതമഴയിലുയരും കുളിരും. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. നേരം നല്ല നേരം നോക്കും, നാലു നീലപ്പന്തൽ തീർക്കും, പള്ളിയറ മഞ്ചത്തിൽ നാം പഞ്ചവർണ്ണ കിളികളാകും, പട്ടുപുടവയുലയും നിൻ കുപ്പിവളകളുടയും, തണ്ടുലയണമേയിൽ കരിവണ്ടു പോലനലയും, ഓണങ്ങളിൽ നാം ഇലയായൊഴുകും, കനവിലുരുകിയലയും ഇരവിൻ മധുരം നോണയും. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും, സങ്കൽപ്പ സൗഗന്ധികങ്ങൾ നമുക്കായി വിടരും. പുതിയൊരു പുലർക്കാലം തിരിയൊഴിയുകയായി, മിഴിനീർ തുടയ്ക്കുക ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി. പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. വെരി നൈസ്, വെരി നൈസ്, Thank you. വെരി നൈസ്. താങ്ക് യു. ഇങ്ങോട്ട് പോരെ കുഞ്ഞാട്ടെ. ഒരു കൈ തട്ടെ. ആ, എന്റെ പാട്ട് പാടി തന്നെ അല്ല കേട്ടാ, ഏ? ഈ പാട്ട് പാടിയത്. താങ്ക് യു. ആ. എന്തുകൊണ്ടാണ് കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോ അങ്കിൾ കൈ തരുന്നത്? ഈ പാട്ട് പാടിയത് കൊണ്ടാണെന്ന് ഒന്നാമത്തെ കാര്യം അറിയാം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞാനിവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? നോ. നത്തിങ് ഇസ് റിട്ടൺ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം
കുഞ്ഞാറ്റ ഈ പാട്ടാണ് പാടാൻ പോകുന്നത് എന്ന് വിചാരിച്ചപ്പോ നമ്മൾ 3 പേരും കരുതി കുഞ്ഞാറ്റയ്ക്ക് ഇത് ഭയങ്കര ഹെവി അല്ലേ, ടഫ് അല്ലേ എന്ന് Tough വിചാരിച്ചു. അല്ലേ? എന്നൊരു തോന്നൽ ആ. ഉണ്ടായി. കുഞ്ഞാറ്റയ്ക്ക് ഇത് എടുത്താൽ ആ ഭാരം പൊങ്ങോ പൊങ്ങൂന്ന്. എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞാറ്റ ഉണ്ടല്ലോ, കുഞ്ഞാറ്റയോടാണോടാണോടാണോടാ കളി. കമാൽ കർദിയ. താങ്ക് യു സാർ. ഒരു രക്ഷയില്ലാതെ അതെ. അതിൽ ആ വെണ്ണക്കൽ കൊട്ടാര വാതിൽ തുറന്ന് അതിനകത്ത് പോയി അവിടെ ഒരു നല്ല സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുത്തമല്ലേ? ഇരിക്കുകയാണ്. അതെ അതെ. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് തന്നെ മനസ്സിലാക്കി തരികയാണ് കുഞ്ഞാറ്റയുടെ ടാലന്റ് എന്ന്. അപ്പൊ ഈശ്വരൻ പല രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കി തരിക. അപ്പൊ ഈ പെർഫോമൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റ അസലായിട്ട് നാടൻ പാട്ട് പാടും, ഹൃദയമുള്ള ഒരുപാട് പാട്ടുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും മറ്റു ജനസുകളിലുള്ള പാട്ടുകൾ കുഞ്ഞാറ്റയ്ക്ക് തീർച്ചയായിട്ടും പാടാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഏത്, ഈ പാട്ട്. താങ്ക് യു സാർ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്, കൈ തന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, കുഞ്ഞാറ്റ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്ന് വെച്ചാൽ ഇതിൽ 2 ശ്രുതിയുണ്ട്. ഉം. മനസ്സിലാക്കി? മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്യാമും വൈശാഖം പറഞ്ഞു തന്നത്. യെസ്. ആ. വെരി ഗുഡ്. അവർക്ക് 2 പേർക്കും ഒരിക്കൽ കൂടി കൈയടിയാണ്. അപ്പൊ പല്ലവിയിലെ ഏതാണ് സാ? ഇതാണ് സാ. അപ്പൊ പല്ലവിയുടെ തുടക്കം പാടി. വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും. സാ ഇതാണല്ലോ. ഉം. സ നീ ദ ഇതായേ സായാക്കിയാൽ സാ അല്ലേ? ഇനി ഒരു വലിയ പാടി. നീയില്ലെങ്കിൽ ഞാനില്ലെന്ന കാതിലോതും മേടക്കാറ്റ്. ഇവിടെ സായത അടുത്ത ലൈൻ. നീയില്ലെങ്കിൽ ഞാനില്ലെന്ന കാതിലോതും മേടക്കാറ്റ്. പാദസരം പൊന്നിൽ തീർക്കാം മണ്ണിൽ വരും കന്നിത്തിങ്കൾ. മാലിനിയുടെ കരയിൽ ഞാൻ മാധവമലരാകും. താരകമണി തേടും നിൻ കൂന്തലഴകിലണിയും. നീലാകാശം കുടയായി മാറ്റും കുടകുമലയിലമൃതമഴ. ആ തിരിച്ച് തിരിച്ച് ഏത് സായിലോട്ട് പോയി? ആ പല്ലവിയിലെ സായിലോട്ട് പോയി. ഹായ്, ഇത് മനസ്സിലാക്കിയല്ലേ? ആഹാ, സബാഷ്. അയവാ. താങ്ക് യു സാർ. എനിക്ക് മനസ്സ് നിറഞ്ഞു. എന്താ വെച്ചാ കുഞ്ഞാറ്റ അത് മനസ്സിലാക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ശ്രുതിഭേദങ്ങളിലൂടെ ഉള്ള ഒരു പാട്ടാണ്. അതിന് നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ മോഡുലേഷൻ എന്ന് പറയും. പക്ഷെ ഇത് അങ്ങനത്തെ വെസ്റ്റേൺ മ്യൂസിക്കിൽ പറയുന്ന പോലെയുള്ള മോഡുലേഷൻ അല്ല. ഇത് നമുക്ക് ഗ്രഹഭേദം എന്ന് അല്ലെങ്കിൽ ശ്രുതിഭേദം എന്നൊക്കെ നമ്മുടെ കർണാട്ടിക് സംഗീതത്തിൽ പറയും. അപ്പൊ അങ്ങനെ ഒരു കോമ്പോസിഷനാണ് നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ ഈ പാട്ടിൽ ചെയ്തിരിക്കണെന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കി പാടുമ്പോൾ മാത്രമാണ് അവിടെ എത്താൻ പറ്റുക. അപ്പൊ കുഞ്ഞാറ്റ അവിടെ എത്തി എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. പിന്നെ ഇടയ്ക്ക് ഏതോ ഒരു ലൈനിന്റെ ഇടയിൽ കുറച്ച് ശബ്ദം ഒന്ന് ഇടറിയിട്ടുണ്ടായിരുന്നു. ഓളങ്ങളിൽ ഓളങ്ങളിൽ അതൊരു വലിയൊരു കുഴപ്പമാണോ മധു? അത് വലിയൊരു കുഴപ്പമല്ല, വലിയ കുഴപ്പമേ അല്ല. അതൊരു ചെറിയ കുഴപ്പമാണോ? അതൊരു കുഴപ്പമേ അല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ വലുതുമല്ല ചെറുതുമല്ല. അറിയില്ല. കുഴപ്പമാക്കണോ വേണ്ടത്? അല്ല, നോട്ട് കറക്റ്റ് ആയിട്ടൊന്ന് വോയിസ് ക്രാക്കായി. വോയിസ് ക്രാക്കായി. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് മധുവാണ്. മധുവിനോട് അയ്യോ, അതെ. സാറേ അപ്പൊടിയൊന്നും കുഴപ്പമാക്കല്ലേ. അത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. യെസ് മിസ് കുഞ്ഞാറ്റ, യെസ് സാർ. സുഖല്ലേ? സുഖമാണ് സാർ. അപ്പൊ കുഞ്ഞാറ്റ തകർത്തു. താങ്ക് യു സാർ. നമ്മളൊക്കെ വിചാരിച്ചില്ല ഇങ്ങനെ ഈ പാട്ട് ഇത്ര ഗംഭീരമായിട്ട് പാടുന്ന. താങ്ക് യു. അതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സംശയിച്ച് നിൽക്കായിരുന്നു, ഇത് ഇത്ര ഹെവി അല്ലേ കുഞ്ഞാറ്റയ്ക്ക് എന്നിങ്ങനെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു താങ്ക് യു സാർ. പെർഫോമൻസ്. താങ്ക് യു. യെസ്, വളരെ നന്നായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. താങ്ക് യു ഓക്കെ, സാർ. താങ്ക് യു. ഇനി ആരെ ചേച്ചി എടുത്തു? കുഞ്ഞാറ്റക്കിളി, എന്തോ താങ്ക് യു. ഞാൻ എനിക്ക് ആ ഡിഫിക്കൽട്ടി അറിയാം. ഞാനത് പറയുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇതുപോലെ ഒരു വോയിസ് വെച്ചിട്ട് ഇറ്റ് ഷുഡൻ ബി ടു ക്ലാസിക്കൽ, ടു ഫോക്കിഷ്, ഒന്നും അല്ലാണ്ട് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയിട്ട് പാടണം. അത് ഇത്രയും കുഞ്ഞാറ്റനെ പോലെ എന്താ പറയുക, ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയാലേ അതാവുള്ളൂ എന്ന് എനിക്കറിയാം കേട്ടോ.
അതുകൊണ്ട് പറഞ്ഞതാ മിടുക്കി. കീപ് ഗോയിങ്, കീപ് ഗോയിങ്. ഓൾ ദി ബെസ്റ്റ്. Come on, എന്താ come on. കുഞ്ഞാറ്റെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി മാർക്ക് അതിനാ Mark. അടുത്ത ഒരു 96 മാർക്ക് തന്നെ. യെസ്. പൊയ്ക്ക് അങ്ങോട്ട് വെക്കാം. മുഖം കണ്ടോ 96 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പേടിയായി. കയ്യൊക്കെ വേർത്തു അല്ലേ? അത് ഉടുപ്പിൽ തുടക്കണേ കയ്യെ അല്ലേ? ടെൻഷനായില്ലേ? ഒരു മാർക്ക് കൂട്ടാട്ടാ. പോട്ടെ കുഞ്ഞാറ്റല്ലേ. അത്ര പോരാന്ന്. എന്നാ ഒന്നുകൂടെ കൂട്ടാ. എന്താ? 98 മതി അല്ലേ എം ജെ സർ? അല്ലേ മച്ചേട്ടാ? 98 പോരാ? 98 അല്ലേ? കുറച്ചുകൂടി എന്താ പറയാ, അവസാനം ഒരു ബ്രെത്ത് പോയോന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ലാസ്റ്റ് ചരണത്തിന്റെ എൻഡ് ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരു മാർക്കും കൂടെ കൊടുക്കാം. ലാസ്റ്റ് ഫിനിഷിംഗും കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നുന്നു. യെസ്. അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്തോ 99.25 ഔട്ട് ഓഫ് 100. കുഞ്ഞാറ്റയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. അതെ. അപ്പൊ ആര് വരണം അങ്ങോട്ട്? മധുചേട്ടനാണ് ഭയങ്കര ഇഷ്ടം. ആണോ? മധു ആര് വരണം? ഞാൻ തന്നെയോ? കണ്ടോ? മധു അങ്കിൾ വെൽക്കം. ഈ വില്ലി വൈറ്റ് തേച്ചാണെന്ന് തോന്നുന്നു. ഈ പല്ലുകൾക്ക് തിളക്കം കൂടിയിട്ടുണ്ടല്ലോ. ഡ്രസ് അടക്കം വെളുത്തു. ഡ്രസ് പോലും വെളുത്തു അല്ലേ മച്ചേട്ടാ? അതെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ബില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അശ്വതിക്ക് പല്ല് തേക്കണോ? വേണ്ടത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ബൈ. ബൈ. എം ജി അങ്കിളെ, ഒരാളുടെ അച്ഛനും അമ്മയോടെ വന്നിരിക്കുന്നുണ്ട്. കണ്ടു അങ്ങോട്ടൊന്ന് നോക്കിയേ. കണ്ടല്ലോ, മനസ്സിലായല്ലോ ആരാ വരാൻ പോണേന്ന്. മനസ്സിലായി. ഞാൻ വേറെ കൂടുതലൊന്നും പറയണ്ട. വേണ്ട. ആരായിരിക്കും അത്? എനർജി ബണ്ടിൽ. അതെ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എനർജി കുട്ടൻ നവനീത്. വെൽക്കം. ഞാൻ സതീർത്ഥ്യനെ കാണാൻ വന്നതാ മഹാരാജാവേ. സതീർത്ഥ്യ അമ്മ അപ്പഴേ പറഞ്ഞ അച്ഛന്റെ ട്രാൻസ്ഫർ ഉണ്ടാന്ന്. സതീർത്ഥ്യ ആ ഇതൊന്ന് പിടിച്ചേ, ഇറങ്ങിപ്പോയ ട്രൗസർ കയറ്റിയിടാൻ. ഞാൻ പിടിക്കട്ടെ. തെറ്റാണ്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഇന്നാണ് കുജലദിനം. അതെ, ദരിദ്രനായ കുജലൻ സമ്പത്തനായ തന്റെ സതീർത്ഥ്യ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചേർന്ന ദിവസം. എവിടെ എന്റെ സതീർത്ഥ്യൻ? ഓയ്, എന്താ തന്നെ തലയില് അവല് തലക്കകത്തല്ലോ. ചോദിച്ചേ. ഓ, ചാക്കിലോ ഒരു കാൽക്കിലോ അവല. പണ്ട് കുജലൻ കഷത്ത് വെച്ച് കൊണ്ടുകൊടുത്ത വേറെ പിടിച്ചവലല്ലേ ഇത്. പാലക്കാടന്റെ പറന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതങ്ങളുടെ പർദീസയിൽ നിന്നും പകല് മുഴുവൻ പണിയെടുത്ത് ഈ വലിയ എന്നെ കൃഷ്ണന്റെ റുക്മണി ദേവിയോ? എന്നാലും ഇവനിതെങ്ങനെ ചലാക്കി? അമരെ പെട്ടിക്ക് കേസാക്കി കബർത്തസക്കി കേറ്റിയാ. എന്താ പറഞ്ഞേ? ഇത് നോൺ സ്റ്റോപ്പ് ആണല്ലേ. ഞാൻ വെക്കാറ്. ഞാൻ പിടിക്കട്ടെ. എങ്ങനെയുണ്ട് അശ്വതി? അയ്യോ, ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു ഇതൊന്ന് തുറന്നു നോക്കി എന്താണെന്ന് കാണാം. ഇതിലെന്താ? അവിലാണോ? പക്ഷെ തുറന്നു നോക്കണോ? എന്നിട്ട് പറ. ഞാൻ തുറക്കണുണ്ടേ. കിട്ടി, മനസ്സിലായി. എന്താണത്? അവിൽ. അവലാ? റിയലായിട്ട് അവല് തന്നെയാ. റിയൽ അവിൽ. പൊടിഞ്ഞു പോയെന്നേ ഉള്ളൂ ബാക്ക്. ഞങ്ങക്ക് എന്താണത്? ഇതെന്റെ അച്ഛന്റെ ജിം ബാഗ്. അതോ? ജിം ബാഗ് ആണോ? അച്ഛൻ ജിമ്മിൽ പോവാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ എക്സർസൈസ് ചെയ്യും, ജിമ്മിൽ പോകും. പക്ഷെ അച്ഛന്റെ കൊടവയറ് പോയിട്ടില്ല. അച്ഛൻ ജിമ്മിൽ പോകുമ്പോ ഇടുന്ന നിക്കറാണോ ഇട്ടോണ്ട് വന്നേക്കണേ? അല്ല. അച്ഛന് ഭയങ്കര കുടവേറാണോ? അച്ഛൻ ഇപ്പത് ഇങ്ങനെ ഇരിക്കുന്നത്. നേരത്തെ അതിനെക്കാട്ടും ഇത്ര ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ ഏകദേശം എക്സർസൈസ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാ. ഇനി അച്ഛന് 6 പാക്ക് ആവണമെന്ന് ഒരു ആഗ്രഹം. ആണല്ലേ? കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ മൊത്തം മസിലാണ്. പിന്നെ അവിടെ നോക്ക് 3 പേര് വന്നിട്ടുണ്ട്. 3 പേര്. അതെന്റെ അനിയൻ, അനിയന്റെ അമ്മ, അനിയന്റെ അച്ഛൻ. അനിയന്റെ അമ്മയോ? അനിയന്റെ പേരെന്താ? അതിന്റെ പേര് ശിവമാർക്കണ്ടേ. അവനില്ലേ മധു അങ്കിളിനെ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? മാധു അങ്കിൾ. അതെന്താ അങ്ങനെ? അവന് വായ കിട്ടൂല, അവന് പ്രായമായിട്ടില്ല. അങ്ങനെ ഭയങ്കര പ്രായമുള്ള ആൾ ഇവിടെ ഉണ്ടല്ലോ. അതെ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ മതി. നവനീത് വന്നു കഴിഞ്ഞാൽ പാട്ടൊക്കെ മറന്നു പോകും. അതൊരു പ്രശ്നം. ഒരു ഡയലോഗ്
അത് നിങ്ങൾ ഏറ്റു പറയണം. ഞാൻ പറയണ ശേഷം നിങ്ങൾ പറയണം. ശരി. Okay? പറയാം. സഞ്ജു 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 കപ്പടിച്ചു കല്ലിപ്പടക്കി സഞ്ജു സഞ്ജു കപ്പടിച്ചു കൈപ്പടക്കി സഞ്ജു സഞ്ജു വേൾഡ് കപ്പിൽ മുത്തമിട്ടെ സഞ്ജു സഞ്ജു വേൾഡ് കപ്പിൽ മുത്തമിട്ടെ സഞ്ജു 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 ഇന്ത്യൻ. അതും പറയണോ? അതെന്താണ് ഇന്ത്യൻ? വെറുതെ ഇതിന്റെ ലിറിക്സ് ആരാ എഴുതിയത്? ഇതില് ഇപ്പൊ പറഞ്ഞു. റിലിക്സ് കൃഷ്ണപ്രസാദ് കേതെ മ്യൂസിക് ആഡോ ഡൂട്ടൻ. ആര്? ആഡോ ഡൂട്ടൻ അച്ഛന്റെ അനിയൻ. ഓ വർഷം ഏ? 2021. ആര് ജനിച്ചത്? അല്ല പാട്ടാണോ? പാട്ട് അത് 2001 ഓ അത് 2001 അല്ല, അതിനു നേരത്തെ പറഞ്ഞ മുമ്പേ MJ അങ്കിളിനെ പറ്റിയ ഡയലോഗ് ഇല്ലേ, അതെന്തായിരുന്നു? അത് ഞാൻ മുട്ടായി മഴയ്ക്ക് മുന്നേ പറയുള്ളൂ. ഓ അതിനു മുമ്പ് രാകേഷ് അങ്കിള് അപ്പൊ നമുക്ക് പറയട്ടെ. പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, എന്നിട്ട് നമുക്ക് മിഠായി മഴയ്ക്ക് മുമ്പ് പറയാം. പാടി കഴിഞ്ഞിട്ട് പറയാം. അതന്നെയാ ഞാൻ പറഞ്ഞു. എന്നാ ഡീറ്റെയിൽസ് പറഞ്ഞു. വർഷം 2001. ആ. റിലിക്സ് യൂസഫ് അലി സാർ. ഉം. മ്യൂസിക് മോഹൻ സിത്താര സാർ. ഉം. പാടിയത് MG ശ്രീകുമാർ സാർ. പിന്നെ സിനിമ കരുമാടിക്കുട്ടൻ. യെസ്. അത് ശരി. ഗുഡ് ബോയ്. അപ്പൊ കലാഭവൻ മണിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ. അതെ. അപ്പോഴല്ലേ മനസ്സിലായത്. ഇൻട്രോയിന് മുന്നേ ഈ ഷർട്ട് അങ്ങോട്ട് ഓഫ്. ഇനി ഷർട്ട് പാടിക്കോ? ഷട്ടൂരി കളയോ? ഇതുണ്ടാവില്ല. ഇതുണ്ടാവില്ല. പാട്ട് പാടുമ്പോ ഇതുണ്ടാവില്ല. അതെ, ഓ, അത് എനിക്കൊന്നും ശരി. വേണ്ട. ഇത് ഓഫാ. എന്നാ പിന്നെ പാടിക്കോ. നല്ലത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. യെസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. All the സ്പെഷ്യൽ MJ best. അങ്കിൾ. താമര പെണ്ണേ നീ എൻ പൊങ്കരളല്ലേ താമര പെണ്ണേ നീ എൻ പൊങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ
പൂവൻ കോഴി തക്കിട താറാവ് കൊക്കര കൂന്ന പൂവൻ കോഴി തക്കിട താറാവ് എന്തെല്ലാം പാടാൻ നീ കൂടെ വന്നാൽ കരുമാടി കുട്ടനെ തന്തോയും എന്തെല്ലാം പാടാൻ നീ കൂടെ വന്നാൽ കരുമാടി കുട്ടനെ തന്തോയും ഈ കരുമാടി കുട്ടനെ തന്തോയും വാവാ താമര പെണ്ണേ നീയൻ പൊങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ ഓ താളം തുള്ളാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരടി ഒരു പാട്ട് പാടാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരടി ഒരു പാട്ട് പാടാൻ വാ 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 താമര പെണ്ണേ നീയൻ പൊങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ ഓ താളം തുള്ളാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരടി ഒരു പാട്ട് പാടാൻ 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 വാ വെരി ഗുഡ് വെരി Thank you, sir. ഗുഡ് അതിന്റെ സ്വരം എങ്ങനെയായിരുന്നു? വാ. ഓ ഓ ഓ പിന്നെ റാപ്പ് പാടിക്കോട്ടെ ആ റാപ്പ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പാടാൻ പറ്റിയില്ല ആ, പഠിക്കോ, പഠിക്കോ. പാടിക്കോ അടുക്കള ഒരു അടർക്കളം അടുക്കള ഒരു അടർക്കളം കുറുക്കുള്ള ചോദ്യത്തിനുടനടി മറുപടി അതിനൊരു മറുപടി തറുതല പറയണം ഉച്ചത്തിൽ കാര്യങ്ങൾ ദേശത്തിൽ പറയണം കുട്ടിന്റെ പീര പലുടക്കിട്ട് പോകണം കട്ടക്ക് ഹുമ്മിട്ട് നോക്കാതെ നടക്കണം ഉച്ചക്ക് ചോറിന് കറി ചീട്ടണം കറിമുറി ദേശത്തിൽ കരിമുറി ചീടണം ചോരക്ക് കാരണം നീ എന്ന് പറയണം ഒരു അടുക്കള ഒരു അടർക്കളം അടുക്കള ഒരു അടർക്കളം അടുക്കള ഒരു പാത്രങ്ങൾ മുട്ടിച്ച് ശബ്ദമുണ്ടാക്കണം അടുക്കള അടുപ്പിൽ തീക്കുട്ടി കളിക്കണം കെട്ടുകലം പൊട്ടിച്ച് കലിപ്പട്ട ചീട്ടം എന്നിട്ട് നേരത്തം ഉച്ചക്ക് ചോറില നെൽസൊക്കെ തൂക്കണം വേണമെങ്കിൽ ചോറിനം താടേക്ക് പോരട്ടെ അടുക്കള തീക്കളമാക്കാനായിട്ട് എരുത്തിയിലെണ്ണ നിറയൊഴിച്ചിട്ടും അടുത്തിട്ട് പപ്പടം നെരിച്ചമർത്തിയിടണം കറിമൊത്തം നിന്നിട്ട് കുറ്റം പറയണം അടിമുത്ത് തല വഴി മീൻകറി വീഴുമ്പോൾ സുഖമായി കട്ടിലിൽ കിടന്നുറങ്ങിയിടണം തൃപ്തിയായി ഗായ്സ് സാറ്റിസ്ഫാക്ഷൻ ഇസ് പീക്ക് അടുക്കള ഒരു അടുക്കള അടുക്കള ഒരു അടുക്കള അടുക്കള ഒരു അടുക്കള ഓ സൂപ്പർ സൂപ്പർ അങ്ങനെ കാലക്കി അടിപൊളി എംജെ അങ്കിൾ മാത്രം എന്താ എണീക്കാത്തെ പാവം ഞാൻ അത് ശരിയല്ലേ എംജെ അങ്കിൾ എണീക്കെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എനിക്ക് ശ്വാസം മുട്ടി. അയ്യോ എന്താല്ലേ അവന്റെ ഒരു ജീവിതം വിഷയം. ഒരു റാപ്പ് ഫുൾ പാട്ട് 2 പാട്ട് പഠിക്കണം അതിന്റെ കൂടെ കോമഡി ഡയലോഗ് വിത്ത് സ്ക്രിപ്റ്റ് അതെ ഈ കൊച്ചു തലയിൽ എന്തൊക്കെ വലിയ കാര്യങ്ങളാ. മസിലുണ്ടോ? മസിലുണ്ടോ? മസിൽ കാണിച്ച് മസിലുണ്ടോ നിനക്ക് വിറയ്ക്കണോ മസിൽ പിടിച്ചിട്ട് കണ്ണിങ്ങനെ ഇറുക്കി പിടിച്ച് യെസ് വിഷയം നീ മിസ്റ്റർ പോഞ്ഞിക്കര പല സ്റ്റൈൽ അറിയാം മറ്റേ തന്തോയം എന്ന് പാടില്ലേ, തന്തോയം, അത് നന്നായിരുന്നു കേട്ടോ. ആ ഒരു ചിരിയൊക്കെ അല്ലേ ഓ അതിന് തന്തോയം, എന്തോയം ആ, അത് തന്തോയം. അത് കൊള്ളായിരുന്നു കേട്ടോ. അങ്കിൾ വേറൊന്നും ഉണ്ടായിരുന്നല്ലോ മങ്ങ പറിച്ചു തരാം മങ്ങ പറിച്ചു തരാം മറ്റേ ഇങ്ങനെയായിരുന്നു ചക്കര കുട്ടി നീ കൂടെ എന്തായിരുന്നു ചക്കര കുട്ടി നീ കൂടെ വന്നാൽ മങ്ങ പറിച്ചു തരാം മങ്ങാവോ മങ്ങ ചക്കര കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു ആ തരാം ഇപ്പൊ correct ആയി. ഇപ്പൊ മാങ്ങാവുന്നു ശരിക്കും പറഞ്ഞ മങ്ങാന്ന് അവർ ആണല്ലേ എന്നാ പറഞ്ഞേ മക്കളെ നേരത്തെ എന്തോ പറഞ്ഞല്ലേ, ആ അങ്കിളിന്റെ എന്തോ കാണിക്കുന്ന ആ പറഞ്ഞല്ലോ, എന്തായിരുന്നു? മധുരമഴയ്ക്ക് മുമ്പ് ഡയലോഗ് ഉണ്ടെന്ന് ആ പറഞ്ഞില്ലേ എം ജെ അങ്കിളുടെ MJ കാണിക്കുന്നു എന്തായിരുന്നു? എം ജെ അങ്കിളുടെ ഇത് ഡയലോഗ് എന്നും ഒരുമിച്ചിരുന്ന് ജഡ്ജ് ചെയ്യുന്ന കുട്ടികൾക്ക് മാർക്ക് ഇടുന്ന അവരുടെ തെറ്റുകൾ തിരുത്തുന്ന മതങ്ങളിന് അറിയാമോ കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് ആരാ ആരാ നമ്മുടെ എം ജെ അങ്കിള് എം ജെ അങ്കിൾ അല്ല, അത് വെറും എം ജെ സാർ അല്ല. മതങ്ങളിന് അറിയില്ല, അറിയിക്കില്ല, അതൊന്നും പുറത്ത് കാണിക്കില്ല. 10 സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, 126 സിനിമകൾ, 10 കണക്കിന് ഫിലിം ഫെയർ അവാർഡുകൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് 30 വർഷം പൂർത്തിയാക്കിയ മധുസൂദനൻ ജയചന്ദ്രൻ സാർ, നമ്മുടെ സ്വന്തം എം ജെ സാർ. ഇത്രയും ചെയ്ത അദ്ദേഹം ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് ഞങ്ങളുടെ പാട്ടിലെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കണ്ടേ?
പ്രകടിപ്പിക്ക്. വേണ്ടേ? വേണം. എന്താണ് പരിപാടി? എം ജെ അങ്കിൾക്ക് പൂ എടുക്കാൻ. പൂ എനിക്കറിയാം. ഓ അതാണപ്പോ. താങ്ക് യു. ആയിക്കോട്ടെ. താങ്ക് യു. പറവകളായി നാം താങ്ക് യു. വർണ്ണം വിതറിയ വാനിൽ മീനൊക്കെ കൊണ്ടുപോയില്ല ഇങ്ങനെ. അപ്പോ നമ്മുടെ നളിനി റൂട്ടിന് പോരട്ടെ ഒരു റോസ് മധുര മഴ. റോൾസ് റോയ്സ്. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പ് നിറച്ചും മാങ്ങ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പ് നിറച്ചും എടുക്ക്. ചക്കരക്കുട്ടി. ഞാൻ 10 Okay, ready. ആ 1 വാരിക്കോ. 3 ആ ആഹാ കൊള്ളാം. നല്ല ഐഡിയ. വാരിക്കോ. നല്ല ഐഡിയ ആണല്ലോ. എടാ വാരിക്കോ. വാരി 10 കഴിഞ്ഞു. ടൈം ഔട്ടാണ്. അത് ഇപ്പുറത്തോടെ പോകണ്ട്, കുഴപ്പമില്ല. മുണ്ടൂരിപ്പല്ലേ? പൊക്കോ അങ്ങനെ പൊക്കോ. ഒരു പാട്ട് പാടാൻ വാ. അച്ചു, എന്തോ എനിക്കിവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല കേട്ടോ. അതെന്താ? ഒരു ഋതം വന്നോട്ടിരിക്കുക. ഋതം ഋതം. എന്ത് കണ്ടില്ലേ? ഇങ്ങനെ ഋതം? ആ ഋതത്തിലാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്ത് ഋതം അത്? മനസ്സിലായി എനിക്ക്. ആ താളത്തിലാണ് ഹൃദയം പിടിച്ചോണ്ടിരിക്കണ കൂട്ടച്ചേട്ടൻ. അടുത്തത് വരാൻ പോകുന്നൊരു ഋതം പിടിക്കുന്ന ഒരാളാണ്. ആ ഈ ഋതം പിടിക്കുന്ന ആളാണ്. അതെ, അതെനിക്ക് തോന്നി. അതാരാണ്? നമ്മുടെ ശിവഗാമിക്കുട്ടി. Yes, JR ശിവഗാമി. Yes, so let's welcome ശിവഗാമി കുട്ടി on stage. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഓർമ്മയുണ്ടോ ഇതിപ്പോ അശ്വിനി ആരാണ്? ചേച്ചിയെ? ശിവഗാമിയാണോ അതെ. അതോ ആരാ ഇത്? പെർഫോമൻസ് റൗണ്ട് ആണോ? അതാണ്. ശിവഗാമി കുട്ടീസ്, എന്തോ എന്ത് രസമായിരുന്നു കഴിഞ്ഞ ദിവസം. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ അവസാനം റൈക്ക കൃഷ്ണനായിട്ട് വന്നു. അതെ. അയ്യോ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഒത്തിരി പേര് അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അത് കേട്ടിട്ട്. ശിവഗാമി കുട്ടിയെ പറ്റി മാത്രമല്ല റൈക്ക ബേബീനെ പറ്റിയും അതെ, പറഞ്ഞു. അതെ, രണ്ടുപേരും കൂടെ അടിച്ച് പൊളിച്ചു. ഇന്നലെ ഞാൻ തൃശ്ശൂർ വിദ്യാരമാഷൻ റെക്കോർഡിങ്ങിന് പോയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ കാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കേച്ചേരി ഉണ്ട്, അതുകൊണ്ട് കാച്ചേരി ഉണ്ട് തൃശ്ശൂർ. അവിടെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ചേച്ചിമാർ മുഴുവനും ശിവഗാമിക്കുട്ടിയും ഭദ്രക്കുട്ടിയുടെ അടുത്തും സുഭദ്രക്കുട്ടിയുടെ അടുത്തും മറ്റുള്ള എല്ലായിടത്തും പ്രത്യേകം പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അറിയിച്ചില്ല പറഞ്ഞില്ല എന്നൊന്നും വേണ്ട. അതെ. എവിടെ പോയാലും ചോദിക്കും. എവിടെ പോയാലും ശിവഗാമി. ഫാൻസ് ആണപ്പോ. 1989 നമ്മുടെ എല്ലാം മെഗാസ്റ്റാർ മമ്മൂക്ക ഒരു മാന്ത്രികനായി അഭിനയിച്ച മൂവിയാണ് അഥർവം. നമ്മുടെ രാജാ സാറാണ് അതിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഡെന്നീസ് ഏട്ടനാണ് അതിന്റെ കഥയും സംവിധാനവും. തിരക്കഥ ഷിബു ചക്രവർത്തി അദ്ദേഹമാണ്. ONV സാറിന്റെ മനോഹരമായ വരികൾക്ക് നമ്മുടെ രാജാ സാർ സംഗീതം ചെയ്ത പുഴയോരത്തിൽ എന്ന പാട്ടാണ് ഇപ്പൊ നമ്മുടെ ശിവഗാമിക്കുട്ടി പാടാൻ പോകുന്നത്. ഇതിൽ വേറെ നല്ല പാട്ടുകളുണ്ട്. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, അങ്ങനെ നല്ലൊരു പാട്ടാണ് ശ്രീകുടൻ ചേട്ടൻ പാടിയത്. പിന്നെ അത് എല്ലാവരും ഒരു വിസ്മയിപ്പിച്ച ഒരു കഥ, ഒരു സിനിമയായിരുന്നു. ഒരു പ്രത്യേകതകൾ നിറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ശശിയേട്ടാ നിങ്ങൾ പൊളിച്ചിനി. ഊന്ത് വിളയാടി. അതെ, എല്ലാവരും സൂപ്പർ സൂപ്പറോ സൂപ്പർ, എല്ലാവരും കലക്കി കലക്കി. ഞാനിങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അതിനിടയിൽ കൂടുതലും ഞാൻ ശശിയണ്ണനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും അതെ. അതെ. എന്ത് രസമാണ് അതല്ലേ, അതിന് ഒരുപാട് സ്പേസ് ഉണ്ട്. അതെ. അതാണ് എങ്ങനെയാണ് ഒരു കോമ്പോസിഷനിൽ അങ്ങനെ സ്ലാപ്പ് ബേസിനൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അത് Yes, പഠിപ്പിക്കുന്ന yes, ഒരു yes. പാട്ട് കൂടെയാണത്. ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കാണുന്നു ഈ പാട്ടിനെ. Yes, yes. താങ്ക് യു ശശിയണ്ണ, യു ആർ ദ ബെസ്റ്റ്. Yes. ശിവകാമി കുഞ്ഞെ എന്തോ അസലായിട്ട് പാടി കേട്ടോ. അതെ, കലക്കി. അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതായിരിക്കും? ശിവകാമി കുഞ്ഞിനോട് ഒരു ചോദ്യം. സംശയം തോന്നുന്നു. Yes. അതിലെ ഓരോ നോട്ടും കൃത്യമായിരുന്നു, അതെ, കൃത്യമായിരുന്നു. Yes. അതങ്ങനെ പാടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ നോട്ട് സ്ലിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇത് ചാൻസേ ഇല്ല. യെസ്, അങ്ങനെ ചാൻസിന് ഇട ഉണ്ടാക്കിയില്ല. ചാൻസ് ഇല്ല. യെസ്. ശിവകാമി കുഞ്ഞ് പാടിയാൽ അത് പാടിയതായിരിക്കും. അതെ. അത് സഭാഷണം. പിന്നെ അങ്കിളിൽ ഒരു സജഷൻ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മെലഡി പാടുന്നു, റിതമിക് സോങ്സ് പാടുന്നു, അങ്ങനെ പല രീതിയിലുള്ള പാട്ട് പാടുന്നു. ഈ പാട്ട് പാടുമ്പോഴത്തേക്കും അതിന്റെ റിതം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് അതെ. വരും. അതെങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും, ശിവകാമി കുഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അല്ലേ, തകപുഴയോരത്തിൽ അല്ലേ. തക എന്ന് പറഞ്ഞാൽ 1 2. അവിടുത്തെ ആദ്യത്തെ വിശ്രമം എത്രയാണ്? ജസ്റ്റ് തക ഉള്ളത്. തകപുഴയോ. അപ്പൊ അത് കറക്റ്റായിട്ട് തുടങ്ങണം. അങ്ങനെയുണ്ട്. ആ 2 വരാവൂ. അത് കുറച്ചുകൂടി 2 അരയായി പോയ പ്രശ്നമാണ്, 1 അരയായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. 2 തന്നെ ആയിരിക്കണം കേട്ടോ ശിവമാൻ. അപ്പൊ എങ്ങനെയാണത്? പുഴയോരത്തിൽ പൂത്തോണിയെത്തിലാ, പുഴയോരത്തിൽ പൂത്തോണിയെത്തിലാ, മന്ദാരം പൂക്കും മറുതീരത്താണോ. അത് കുറച്ചുകൂടെ കട്ട് ചെയ്യാം. താരാരാരാര, താരാരാരാര. മന്ദാരം പൂക്കും മറുതീരത്താണോ, പുന്നാകം പൂക്കും പുഴയോരത്താണോ, ആരാനും കണ്ടോ ദൂരെയും പൂത്തോണി, പുഴയോരത്തിൽ പൂത്തോണിയെത്തിലാ. അതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പാട്ട് അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണോ ചിത്ര ചേച്ചി ഇങ്ങനെ പാടി വെച്ചിരിക്കുന്ന, അതിന് ഒരു ഭയങ്കര അനുഭൂതിയുണ്ട് ചേച്ചി പാടിയതിൽ. നമ്മുടെ കുഞ്ഞാണ്, കുഞ്ഞിന്റെ ശബ്ദത്തിൽ, കുഞ്ഞിന്റെ ടാലന്റിൽ ഏറ്റവും അസാധ്യമായിട്ടാണ് കുഞ്ഞ് പാടിയിരിക്കുന്നത്. അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. ഈ സജഷൻ കൂടെ എടുത്തു വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു ശർക്കരയും കൂടെ ആഡ് ചെയ്തതായിട്ട് തോന്നും. എത്ര മധുരിക്കും പാട്ട് അല്ലേ. അതാണ്. അപ്പൊ ഇതില് വായിച്ചിരിക്കുന്ന ഈ ഡ്രംസ് എന്ന് പറയുന്നത് റോട്ടോ ഡ്രംസ് ആണെന്നാണ് തോന്നുന്നത് അല്ലേ. അത് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുരുവണ്ണൻ, പുരുഷോത്തമൻ എന്ന് പറഞ്ഞ രാജാ സാറിന്റെ റിതം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം തന്നെ കണ്ടക്ട് ചെയ്തിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം പുതിയതായിട്ട് ആ ഡ്രംസ് കൊണ്ടുവന്നിട്ട് പരീക്ഷിച്ചതാണ് ഈ പാട്ടില് ആദ്യമായി. ഈ റോട്ടോ ഡ്രംസ് ആണ് പല സൈസിലുണ്ട്. എനിക്ക് തോന്നുന്നു 6 inches, 8 inches, 10, 12, 14 അങ്ങനെ ആണെന്ന് തോന്നുന്നു റോട്ടോ ഡ്രംസിന്റെ സൈസ് വരുന്നത്. മാത്രമല്ല അതിന്റെ മേളിലുള്ള ഡ്രം ഫ്രെയിം തിരിക്കുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് പിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കൃത്യം പിച്ചിൽ അത് ട്യൂൺ ചെയ്ത് വായിക്കാൻ പറ്റുന്നത് അതിന്റെ ബ്യൂട്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റേഷൻ ആ കാലത്ത്. അതൊരു വെറൈറ്റി റിതമായിരുന്നു. ട്രെൻഡ് സെറ്റിംഗ് റിതം ആയിരുന്നു ആ സമയത്ത്. ക്ലാസ്സിലൊക്കെ ഡെസ്കിലൊക്കെ ഇട്ട് കൊട്ടുമായിരുന്നു ഈ റിതം. മാത്രമല്ല രാജാ സാറിന്റെ പാട്ടിലുള്ള സ്ഥിരമായിട്ടുള്ള ഒരു റിതം ഉണ്ടല്ലോ, ഇതിലൊരു 1000 പാട്ടുണ്ട് അല്ലേ. ഇപ്പൊ കൊഞ്ചിക്കരയല്ലേ, മീനമ്മ, കേളടി കൺമണി, ഇതെല്ലാം അതൊക്കെ റോട്ടോ ഡ്രംസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഓർക്കാണ് കേട്ടോ ശിവകാമി കുഞ്ഞെ. അപ്പൊ നന്നായിട്ട് പാടിക്കൊണ്ടേയിരിക്കണേ, അല്ലെങ്കിൽ അങ്കിളുടെ സങ്കടം വരും കേട്ടോ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടേ. SIT ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ബിന്ദു ഡോക്ടറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് എന്റെ പാട്ട് കേൾക്കാൻ വരണമെന്ന് പറയണേ. പിന്നെ ആ ഡോക്ടറിന് ഒരു ഹായും കൊടുക്കണേ. SIT ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിന്ദുവിന് ഒരു വലിയ നമസ്കാരം. ടോപ്പ് സിംഗറിന്റെ ഇവിടെ വരണം തീർച്ചയായിട്ടും. ഇതൊരു ഇൻവിറ്റേഷൻ ആയിട്ട് എടുക്കണം, കണക്കാക്കണം. ശിവകാമിക്കുട്ടി ഉഗ്രനായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം മുതൽ അവസാനം വരെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഭംഗിയായിട്ട് പാടി. ആകെ അതൊരു പ്രശ്നമല്ല, അത് MJ അങ്കിൾ പറഞ്ഞു തന്നില്ലേ. ആ ഒരു താരാര താര
തരരാരത്താര താരാരത്താര അങ്ങനെ കട്ട് ചെയ്യണമെന്ന് കേട്ടോ. അപ്പൊ അതിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി. പിന്നെ ഇത് ആരാ പാടണേ? പിന്നെ തുടക്കത്തില് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നന്നായിരുന്നു, കലക്കി, അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. അത് ആരാ പറഞ്ഞു പഠിപ്പിച്ചെന്ന്? ആരാ? അമ്മയാണോ? ഓ അത് ശരി. ആഹാ, ഞാൻ കണ്ടു പാടുന്നതിന് മുന്നേ അച്ഛനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ അച്ഛനും തിരിച്ചിങ്ങനെ ചിരിക്കുക. നാണം വരുന്നു രണ്ടുപേർക്കും. അതെ 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 അതെ. അപ്പൊ എന്തായാലും ആ പാട്ടോടെ ഒന്ന് പാടിയതിൽ വളരെ സന്തോഷം. വളരെ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. പ്രേക്ഷകരും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിരിക്കും ഇപ്പൊ ശിവകാമിക്കുട്ടിയുടെ ഈ പാട്ട് കേട്ടിട്ട്. യെസ്, അല്ലേ? അതെ അതെ തീർച്ചയായും. യെസ്. അപ്പൊ കലക്കി. മിടുക്കി. ശിവകാമിക്കുട്ടി, പാട്ടൊക്കെ എനിക്ക് ഏകദേശം ഉറപ്പാ നന്നായി പാടുന്നു. അതിൽ എനിക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശിവകാമി വരുമ്പോ തന്നെ അറിയാം ഇത് ഒരു മിനിമം സ്റ്റാൻഡേർഡിന് താഴേക്ക് ഒരിക്കലും പോവില്ല എന്നറിയാം. എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടത് പെർഫോം ചെയ്യാൻ എടുത്ത അറ്റംപ്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ശിവകാമിക്കുട്ടി കുറച്ച് മൂവ്മെന്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അതിനൊരു ബിഗ് 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 റൗണ്ട് ഓഫ് അപ്ലോസ്. കുറച്ച് സ്മാർട്ടായി വന്നു തുടങ്ങി. അതെ, ആ ഒരു ചിരിയൊക്കെ വന്നു. ഇന്നതേ ഇപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് ഒരു ഹായ് പറഞ്ഞേക്കണേ പറഞ്ഞിട്ട് 2 ഫുൾ സെന്റൻസ് അടുപ്പിച്ച് പറഞ്ഞു നമ്മുടെ ശിവകാമി കുട്ടി. സാധാരണ ഒന്നും മിണ്ടാത്ത കുഞ്ഞാണ് നമ്മുടെ കേട്ടോ. അപ്പൊ വരട്ടെ, അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിച്ച് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വന്നിട്ട് ആ ഒരു പ്രോഗ്രസ് ആണ് എല്ലാത്തിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് കേട്ടോ. മിടുക്കിയാണ്. ഓൾ ദി ബെസ്റ്റ്. ശിവകാമിക്കുട്ടി, ഇന്നത്തെ സ്കോർ അറിയണ്ടേ? 100 -0.25, അതായത് 99.75 ഔട്ട് ഓഫ് 100. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ശിവകാമിക്കുട്ടിയാണ്. ആരെ വിളിക്കേണ്ട അവിടുന്ന്? ആര്യ ചേച്ചി. വിളിക്കുന്നതുകൊണ്ട് തെറ്റിപ്പോണ്ടെന്ന് വെച്ചിട്ട് എന്നെ സത്യം പറ ശിവകാമിക്കുട്ടി, ആരെ വിളിക്കണ്ടേ? എന്നെ തന്നെയാണോ? അതെ അതെ, ആര്യ ചേച്ചി. വെൽക്കം. അപ്പൊ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ വിലീവായി ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻ ശിവകാമിക്കുട്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യം ആ 0.25 കൂടെ നമുക്ക് ആകാശത്ത് ഇങ്ങ് എടുക്കണം. പ്രോമിസ്? ഓൾ ദി ബെസ്റ്റ്. മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. ബൈ. അശ്വതി, യെസ്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ബ്രഷ് ബിഫോർ ബെഡ്. യെസ് യെസ്, അതെ, ഞാൻ എന്തായാലും ഫോളോ ചെയ്യുമായിരുന്നു ചേച്ചി. മിടുക്കി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.